വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ RRB NTPC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് GK സെക്ഷൻ ഇതാണ് ഹിസ്റ്ററിയുടെ ആണ് നോക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് ഡാഷ് ഇയേഴ്സ് ഓൾഡ് ആൻഡ് എക്സ്റ്റെൻഡ്സ് ടു ദ ലോവർ പാർട്ട് ഓഫ് ദ ഗാംഗറ്റിക് വാലി ഇൻ സൗത്ത് ആൻഡ് ടിൽ മാൽവ ഇൻ നോർത്ത്. അപ്പം ഇൻഡസ് വാലി സിവിലൈസേഷൻ എത്ര വർഷം പഴക്കമുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ് ഗാംഗറ്റിക് വാലിയുടെ ലോവർ റീജിയനില് മാൽവ നോർത്തിൽ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് 3000 BC വർഷമാണ് പഴക്കമുള്ളത്. ഇതിനെ വേറൊരു പേര് പറയുമല്ലോ, ഇൻഡസ് വാലി സിവിലൈസേഷന്റെ വേറൊരു പേരെന്താണ്? ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ എന്നറിയപ്പെടുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനെയാണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നറിയപ്പെടുന്നത്. ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഈ ഒരു സംസ്കാരം ആദ്യമായി കണ്ടെത്തിയത്. അതുകൊണ്ടാണ് അതിനുശേഷം ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് ഈ ഒരു സിവിലൈസേഷന് പേര് കൊടുത്തത്. അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ മറ്റൊരു പേരാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പയിലാണ് ഇത് കണ്ടുപിടിച്ചത്. ഏത് നദിയുടെ തീരത്താണ് ഹാരപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നദിയാണ്? രവി നദിയുടെ തീരത്താണ്. രവി നദിയുടെ തീരത്താണ് ഹാരപ്പ ലൊക്കേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ 1921 ഹാരപ്പൻ സംസ്കാരം കണ്ടുപിടിച്ചത്. ആരായിരുന്നു? ദയാറാം സാഹിനി ആയിരുന്നു. ആരാണ് ഹാരപ്പൻ സംസ്കാരം കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചാല് ദയാറാം സാഹിനിയാണ് കണ്ടുപിടിച്ചത്. ഹാരപ്പൻ സിവിലൈസേഷൻ കണ്ടുപിടിച്ചത് ദയാറാം സാഹിനി 1921 കണ്ടുപിടിച്ചത്. അപ്പം ഏത് നദിയുടെ തീരത്താണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ രവി നദിയുടെ തീരത്താണ് ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ അത്രയാണ് നമുക്ക് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് നോക്കാനായിട്ടുള്ളത്. 2. The people of Indus Valley civilization mixed copper and tin to make. കോപ്പറും ടിന്നും കൂടെ മിക്സ് ചെയ്തിട്ട് പീപ്പിൾ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്താണ് ഉണ്ടാക്കിയിരുന്നത് വെച്ച് കഴിഞ്ഞാല് ബ്രോൺസ് ആണ് ഉണ്ടാക്കിയിരുന്നത്. ബ്രോൺസ് ആണ് ഉണ്ടാക്കിയിരുന്നത്. എന്തൊക്കെ തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ്? കോപ്പറും ടിന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ്. അപ്പം ഇതിനെ ബ്രോൺസ് ഏജ്, ഇൻഡസ് വാലി സിവിലൈസേഷനെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്നും പറയുന്നു. ഇൻഡസ് വാലി സിവിലൈസേഷനെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന പേരിലും പറയുന്നു. പിന്നീട് എന്താണ്? ഇൻഡസ് വാലി സിവിലൈസേഷൻ സമയത്ത് എന്താണ്? ബിൽഡിംഗ് ഒക്കെ ബ്രിക്ക് കൊണ്ടായിരുന്നു ഉണ്ടാക്കിയത്. ബിൽഡിംഗ് മേഡ് ഓഫ് എങ്ങനെയാണ്? ബ്രിക്സ് കൊണ്ടുണ്ടാക്കിയതായിരുന്നു. ബ്രിക്സ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതായിരുന്നു ബിൽഡിങ്സ് ഒക്കെ. What was the most important feature of Indus Valley civilization? Exchange system, local transport system ആണോ? ബിൽഡിംഗ് മേഡ് ഓഫ് ബ്രിക്സ്, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ഏതാണ്? ബിൽഡിംഗ് മേഡ് ഓഫ് ബ്രിക്സ് എന്നുള്ളതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സമയത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എവിടെയാണ് ഇത് എവിടെയൊക്കെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്? ഇൻഡസ് വാലി സൗത്ത് ഓഫ് മാൽവ ആൻഡ് നോർത്ത് എവിടെയൊക്കെയാണ്? ഇൻഡസ് വാലി ഗാംഗസ് വാലിയുടെ അടുത്തായിട്ടൊക്കെ ആയിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ കണ്ടെത്തിയത്. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് പറയുന്നു. മിക്സർ കോപ്പറും ടിന്നും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഇവിടെ നോക്കാനായിട്ടുള്ളത്. അടുത്തത് ഇൻഡസ് വാലി. ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞതാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ്. Which of the following is not an important place of Indus Valley civilization? Indus Valley civilizationന്റെ അതിൽ പരിധിയിൽ വരാത്ത ഒരു സ്ഥലം ഏതാണ്? കാലിബംഗാൻ ഉണ്ട്, ഹാരപ്പയുണ്ട്, മോഹൻജദാരോ ഉണ്ട്, അജംഗാർ ഉണ്ട്. ഇതിൽ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സ്ഥലമായിട്ട് കണ്ടുപിടിച്ചിട്ടില്ലാത്തത് അജംഗാർഗ് ആണ്. ബാക്കിയെല്ലാം ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സൈറ്റ് ആയിട്ട് വരുന്നതാണ്. കാലിബംഗാനും ഹാരപ്പയും മോഹൻജദാരോ ഒക്കെ വരുന്നതാണ്. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്? ഏതൊക്കെയുണ്ട്? വേറെ ലോത്തലുണ്ട്. ഏതാണ്? ലോത്തലുണ്ട്,
പിന്നീട് ഏതുണ്ട്? ബനാവാലി ഉണ്ട്. ലോത്തല്, ബനാവാലി, പിന്നീട് ധോളാവീര, പിന്നീട് രാഖി ഗാന്ധി. ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഏതുണ്ട്? ഇതൊക്കെ ഏതുമായിട്ട് ഏത് സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ലോത്തല്, ബനവാലി, ധോളാവീര, രാഖി ഖാരിയൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാല് ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മീനിങ് ഓഫ് ദ നെയിം ഓഫ് മോഹൻജദാരോ ഇൻ മൗണ്ട് ഓഫ് ഡീഡ്. അപ്പൊ മോഹൻജദാരോ എന്ന വാക്കിന്റെ അർത്ഥമാണ് മൗണ്ട് ഓഫ് ഡീഡ് എന്ന് പറയുന്നത്, മൗണ്ട് ഓഫ് ഡെഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിന്റെ ആണത്? ഏത് ലാംഗ്വേജിലാണ്? ഹിന്ദി ലാംഗ്വേജിലാണ്. ഹിന്ദി ലാംഗ്വേജിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ദ പീപ്പിൾ ഓഫ് ഹാരപ്പ ഡിഡ് നോട്ട് വർഷിപ്പ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. അപ്പം ഹാരപ്പൻ സംസ്കാരത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാര് ഏത് ദൈവത്തെയാണ് താഴെ പറയുന്നതിൽ ആരാധിക്കാതെ ഇരുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഏതാണ് ഇതിനകത്ത്? ശിവുണ്ട്, പീജിയൻ ഉണ്ട്, ശാസ്ത്രികയുണ്ട്, വിഷ്ണു ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം മോഹൻജദാരോ ആൾക്കാർ എന്തായിരുന്നു? വിഷ്ണു ഭഗവാനെ ആരാധിച്ചിരുന്നില്ല. അവര് സ്വാസ്തികയൊക്കെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അപ്പം പശുപതിയൊക്കെ അവരുടെ ഒരു മെയിൻ ആയിട്ട് ഉള്ള ഇതായിരുന്നു. പശുപതിയും ഒക്കെ ഉണ്ടായിരുന്നു, വിഷ്ണുവിനെ ആരാധിച്ചിട്ടില്ലായിരുന്നു. പീപ്പിൾ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ വർഷിപ്പിഡ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആരാണ്? പശുപതി ദൈവത്തെ വർഷിപ്പിട്ടുണ്ടായിരുന്നു. പശുപതി ആയിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ഗോഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ധോളാവീര ആൻ ആർക്കിയോളജിക്കൽ പ്ലേസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പീരീഡ്. ധോളാവീര എന്ന് പറയുന്നത് ഏത് പീരീഡുമായി ബന്ധപ്പെട്ട്? ഗുപ്ത പീരീഡ് ആണോ, മഗധ പീരീഡ് ആണോ, ഇൻഡസ് വാലി ആണോ, ചാൽക്യ പീരീഡ് ആണോ? ധാളാവീര എന്ന് പറയുന്നത് ഏത് പീരീഡിലുള്ളതാണ്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഡസ് വാലി സൈറ്റ് ആണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തായിരുന്നല്ലോ. ധാളാവീര എന്ന് പറയുന്നത് ഇൻഡസ് വാലിയുടെ ഒരു സൈറ്റ് ആണ് ധാളാവീര എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഗുജറാത്തിലാണ് കേട്ടോ. ധോളാവീര എവിടെയാണ്? അത് ചോദിക്കാറുണ്ട്. ധോളാവീര ഏത് സൈറ്റിൽ എവിടെയാണ്? ഗുജറാത്തിലെ ഏത് ഡിസ്ട്രിക്റ്റിലാണ്? കച്ച് ഡിസ്ട്രിക്റ്റിലാണ്. ഗുജറാത്തിലെ കച്ച് ഡിസ്ട്രിക്റ്റിലുള്ള സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? ധോളാവീര എന്ന് പറയുന്നത്. ഇത് JP ജോഷിയാണ് കണ്ടെത്തിയത്. ധോളാവീരം കണ്ടുപിടിച്ചത് ആരാണ്? JP ജോഷി. 1967, 68, 1967, 68 കാലഘട്ടത്തില് JP ജോഷിയാണ് ഇത് കണ്ടുപിടിച്ചത്. ഇത് ഓൾഡസ്റ്റ് വേദ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാമവേദയാണോ, യജുർവേദയാണോ, അഥർവവേദയാണോ, ഋഗ്വേദയാണോ ഓൾഡസ്റ്റ് വേദ എന്ന് പറയുന്നത്? ഓൾഡസ്റ്റ് വേദ എന്ന് പറയുന്നത് ഇതിനകത്ത് ഋഗ്വേദയാണ് ഓൾഡസ്റ്റ് വേദ എന്ന് പറയുന്നത്. അപ്പം ഋഗ്വേദത്തിൽ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ്, ഋഗ്വേദം എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് എന്താണ്? മന്ത്രങ്ങളാണ്, ഹിംസ് ആണ്. ഹിംസിനെ കുറിച്ചിട്ടുള്ളതാണ്. സംസ്കൃതത്തിലുള്ള മന്ത്രങ്ങളാണ് ഋഗ്വേദത്തിൽ പറയുന്നത്. ഏറ്റവും പഴക്കം ചെന്ന വേദമാണ് ഋഗ്വേദ എന്ന് പറയുന്നത്. അപ്പൊ ഓൾഡസ്റ്റ് വേദ ഏതാന്ന് ചോദിച്ചാൽ ഏത് വേദയാണ്? ഋഗ്വേദയാണ്. ഇതിനകത്ത് എത്ര മണ്ഡൽസ് ഉണ്ട്? 10 മണ്ഡൽസ് ആണുള്ളത്. എത്ര മണ്ഡൽസ് ആണുള്ളത്? 10 മണ്ഡലാണ്. 1028 സൂക്തങ്ങളുണ്ട്. 1028 സൂക്തങ്ങളും 10 മണ്ഡലങ്ങളും എന്തിനകത്തുണ്ട്? ഈ പറയുന്ന ഋഗ്വേദത്തിനകത്തുണ്ട്. ഇത്രയാണ് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. അതുപോലെ ഒരു ഗായത്രി മന്ത്ര എന്ന് പറയുന്നത് ഗോഡ് സണ്ണിന് വേണ്ടിയിട്ടുള്ളതാണ് ഗായത്രി മന്ത്ര എന്ന് പറയുന്നത്. There are dash mantras in Rigveda which include the unproven Valkriya hymns. അപ്പം ഋഗ്വേദത്തിൽ എത്ര മന്ത്രങ്ങളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര മന്ത്രങ്ങളാണ് ഋഗ്വേദത്തിലുള്ളത്? 1028 മന്ത്രങ്ങളാണ് ഋഗ്വേദത്തിലുള്ളത്. Which of the following Vedas tells about magical rituals and captivations? മാജിക്കൽ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഏതാണ്? സാമവേദമാണോ, യജുർവേദമാണോ, ഋഗ്വേദമാണോ, അഥർവവേദമാണോ?
സാമവേദത്തിൽ മ്യൂസിക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്ന ഏതാണെന്ന് അറിയാമോ? ഏതാണ്? അഥർവവേദമാണ് ആൻസർ. മാജിക്കലിനെ കുറിച്ച് പറയുന്നത് അഥർവവേദത്തിലാണ്. ഇതിന്റെ വേറൊരു പേരാണ് ബ്രഹ്മവേദ എന്ന് പറയുന്നത്. എന്താണ് ബ്രഹ്മവേദ എന്ന് പറയുന്നത്? അഥർവവേദത്തിന്റെ വേറൊരു പേരാണ്. ഇത് അഥർവ ഋഷിയുടെ പേരിലാണ് ഈ ഒരു വേദം അറിയപ്പെടുന്നത്. അഥർവ ഋഷിയുടെ പേരിലാണ്. അപ്പം അത്രയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് പഠിക്കാനായിട്ട് ഉള്ളത്. സാമവേദ മ്യൂസിക്കിനെ കുറിച്ച് പറയുന്നു. അടുത്ത് നമുക്ക് യജുർവേദ എന്ന് പറയുന്നത് സാക്രിഫൈസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേദ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ്? ഡിസീസിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നത് ഏത് വേദത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേദത്തിലാണ്? അതും അഥർവ വേദത്തിലാണെന്ന് പറയുന്നത്. ഡിസീസിന്റെ ട്രീറ്റ്മെന്റുകളെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? അഥർവ വേദത്തിലാണ് ഡിസീസിന്റെ ട്രീറ്റ്മെന്റുകളെ കുറിച്ച് പറയുന്നത്. നാഷണൽ മോട്ടോ ഓഫ് ഇന്ത്യ ഈ സത്യമേവ ജയതേ. വിച്ച് ആൻഷ്യന്റ് ഇന്ത്യൻ സ്ക്രിപ്ചർ is a mantra emanating from? അപ്പൊ എന്താണ്? നമ്മുടെ സത്യമേവ ജയതേ എന്ന് പറയുന്നതാണ് നാഷണൽ മോട്ടോ. അത് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഈ സത്യമേവ ജയതേ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ്? മുണ്ടകോപദേശത്തിൽ നിന്നാണ്. മുണ്ടകോപദേശത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എടുത്തിട്ടുള്ളത്. In which of the following Upanishad is the word Vasudeva Kudumbakam mentioned? വസുദേവ കുടുംബകം എന്ന് പറയുന്നത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? വസുദേവ കുടുംബകം എന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെയാണ്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? മഹാ ഉപനിഷത്തുണ്ട്, ചന്ദോയഗ ഉപനിഷത്തുണ്ട്, ബൃഹദ്രണ്യ ഉപനിഷത്തുണ്ട്, കേനോപനിഷത്തുണ്ട്. അപ്പൊ മഹാ ഉപനിഷത്താണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. വസുദേവ കുടുംബകം എന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെയാണ്? മഹാ ഉപനിഷത്തിലാണ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് വേൾഡ് ലോകം എന്ന് പറയുന്ന ഒരൊറ്റ കുടുംബമാണെന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഡാഷ് ഉപനിഷത്ത് ആർ കൺസിഡർഡ് ടു മെയിൻ ആയിട്ട് എത്ര ഉപനിഷത്തുകളാണ് ഉള്ളതെന്നാണ് ചോദിച്ചത്. 108 ഉപനിഷത്തുകളും ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. 11 ആണ് അതിനകത്ത് എന്തെന്ന് പറയുന്നത്? ബൃഹദ്രണ്യ ഉപനിഷത്തിനകത്ത് വരുന്നത് ഏതാണ്? 11 എണ്ണമാണ് വരുന്നത്. മെയിൻ ആയിട്ട് 108 എണ്ണമാണ് ഉള്ളത്. അപ്പം എത്ര ഉപനിഷത്തുകളാണ് മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ 108 എണ്ണമാണ് ഉള്ളത്. ഏറ്റവും ലാർജസ്റ്റ് ഉപനിഷത്ത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ലാർജസ്റ്റ് ഉപനിഷത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മുണ്ടകോപനിഷത്താണ്. ഏതാണ്? മുണ്ടകോപനിഷത്താണ് ഏറ്റവും ലാർജസ്റ്റ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. മുണ്ടകോപനിഷത്താണ്. ഓൾഡസ്റ്റ് ആണ് ചന്ദോഗ്യ ഉപനിഷത്ത് എന്ന് പറയുന്നത്. ചന്ദോഗ്യ ഉപനിഷത്ത് എന്ന് പറയുന്നതാണ് ഓൾഡസ്റ്റ് ഉപനിഷത്ത്. ഓൾഡസ്റ്റ് ഉപനിഷത്ത് ഏതാണ്? ചന്ദോഗ്യ ഉപനിഷത്താണ് ഓൾഡസ്റ്റ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. According to the real Indian philosopher, each object is made up of basic elements. അപ്പം ഓരോ ഒബ്ജക്റ്റും ബേസിക് എത്ര എലമെന്റ്സുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ? ഇപ്പൊ എത്ര? 5 പഞ്ചഭൂതങ്ങൾ എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഇത്? സ്കൈ, എയർ, ഫയർ, വാട്ടർ ആൻഡ് എർത്ത്. ഇവയെല്ലാം കൊണ്ടാണ് ഓരോ സബ്സ്റ്റൻസും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബൈ വാട്ട് നെയിം വാസ് ഔദ് നോൺ ഇൻ ആൻഷ്യന്റ് ടൈംസ്? ആൻഷ്യന്റ് ടൈംസിൽ ഔദിനെ എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? കോസലാണോ, കപിലവസ്തുവാണോ, കൗശംബിയാണോ, കാശിയാണോ? അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കോസാലാണ് എന്തെന്ന് പറയുന്നത്? ഔദിന്റെ പഴയ പേര് കോസാൽ എന്നാണ്. അപ്പൊ ഇന്ത്യ പുരാതന കാലത്ത് 16
മഹാജനപദം, 16 മഹാജനപദങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഔദ് അറിയപ്പെടുന്ന പേരാണ് കോസാല എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ഔദ് ഇപ്പോൾ ഫൈസാബാദിലാണ്. എവിടെയാണ്? ഫൈസാബാദിലാണ് ഇപ്പം ഇതുള്ളത്. ഫൈസാബാദ് ഉത്തർപ്രദേശിലാണ്. അവിടെയാണ് ഈ ഔദ് ഉള്ളത്. മഹാവീര ഈസ് കൺസിഡേർഡ് ആസ് എ ലാസ്റ്റ് തീർത്ഥങ്കര എമോങ് തീർത്ഥങ്കരാസ്. തീർത്ഥങ്കരയില് അവസാനത്തെ തീർത്ഥങ്കരയായിട്ട് എടുത്തിട്ടുള്ളത് ആരെയാണ്? മഹാവീരനെയാണ് അവസാനത്തെ തീർത്ഥങ്കരയായിട്ട് എടുത്തിട്ടുള്ളത്. 24th തീർത്ഥങ്കരയാണ് മഹാവീരൻ, വർത്തമാന മഹാവീരൻ. അപ്പൊ അദ്ദേഹം 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു. ഫസ്റ്റ് തീർത്ഥങ്കര ആരായിരുന്നു? ഫസ്റ്റ് തീർത്ഥങ്കര എന്ന് പറയുന്നത് ആരായിരുന്നു? ഋഷഭദേവ് ആയിരുന്നു. ആരാണ്? ഫസ്റ്റ് തീർത്ഥങ്കരയാണ് ഋഷഭദേവ് എന്ന് പറയുന്നത്. ഋഷഭദേവ് ആണ് ഫസ്റ്റ് തീർത്ഥങ്കര എന്ന് പറയുന്നത്. 23rd തീർത്ഥങ്കര ആരാണ്? 23rd ആണ് പർശ്വാനന്ദ്. പർശ്വാനന്ദാണ് ഫസ്റ്റ് 23rd തീർത്ഥങ്കര എന്ന് പറയുന്നത്. ജൈനിസവുമായി ബന്ധപ്പെട്ടവരാണ് ഇവരെല്ലാവരും. കൺസെപ്റ്റ് ഓഫ് ത്രിരത്ന ഈസ് റിലേറ്റഡ്. ത്രിരത്നയെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? ത്രിരത്നകളെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? ജൈനിസത്തിലും വരുന്നുണ്ട്, ബുദ്ധിസത്തിലും എവിടെയുണ്ട്? ത്രിരത്നാസ് വരുന്നുണ്ട്. ജൈനിസം, പിന്നീട് എന്താണ് കറക്റ്റ് ടൈമിലുള്ള ഫിലോസഫി. ഇതിനകത്ത് പറയുന്നത് എന്താണ്? ഫിലോസഫി, സമയത്തിലുള്ള ഫിലോസഫി, പിന്നീട് നോളജ്, കണ്ടക്ട്, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ബുദ്ധിസത്തിൽ പറയുന്നത് ജൈനസത്തിനാണ്. ഇതാണ് ബുദ്ധിസത്തിൽ ഈ ത്രിരത്ന രണ്ടില്ലാത്ത ഈ ഇത് വരുന്നുണ്ട്. ഈ കൺസെപ്റ്റ് ഓഫ് ത്രിരത്ന ബുദ്ധിസത്തിലും ജൈനസത്തിലും വരുന്നുണ്ട്. ബുദ്ധിസത്തിൽ പറയുന്നതെന്ന് വെച്ചാല് ബുദ്ധ ധാമ ആൻഡ് സംഘ, ഇതാണ് ബുദ്ധിസത്തില് പറയുന്നത്. Which of the following pair of religions and holy booklets are incompatible? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് മാച്ച് ആവാത്തത്? ഇസ്ലാം എന്ന് പറയുന്ന ഖുറാൻ, സിഖിസം ഗുരു ഗ്രന്ഥ് സാഹിബ്, കറക്റ്റ് ആണ്. ജൈനിസം ഉപനിഷത്താണോ? അല്ല, ഇത് ഹിന്ദുസമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് പറയുന്നത് ഉപനിഷത്ത് എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ ബൈബിൾ, ശരിയാണ്. ജൈനിസത്തിന്റെ എന്താണ്? സെന്റ് അവസ്ഥ എന്ന് പറയുന്നതാണ് ജൈനിസത്തിന്റെ ഉപനിഷത്തല്ല. ക്രിസ്ത്യാനിറ്റി ബൈബിൾ ശരിയാണ്. അപ്പം അത്രയാണ് അതിനകത്ത് പറയാനുള്ളത്. പിന്നെ എന്താണ് അകം എന്നാണ് എന്തെന്ന് പറയുന്നത്? ജെയിൻ ലിറ്ററേച്ചറിനെ, പണ്ടത്തെ കാലത്തിൽ ജെയിൻ ലിറ്ററേച്ചറിനെ അകം എന്നാണ് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ. അണ്ടർ വിച്ച് ട്രീ ഡിഡ് ക്യൂൻ മായാദേവി ടു ഗൗതം ബുദ്ധ? ഗൗതം ബുദ്ധന് ജന്മം നൽകിയത് ഏത് വൃക്ഷത്തിന്റെ താഴെയാണ്? സാൽ ട്രീക്ക് താഴെയാണ് മായാദേവി എന്ത് ചെയ്തത്? ഗൗതമ ബുദ്ധന് ജന്മം നൽകിയത്. എന്നാണ് ബുദ്ധൻ ജനിച്ചത്? 563 AD. 563 AD ബുദ്ധൻ ജനിച്ചത്. ഏത് സ്ഥലത്താണ്? ലുംബിനി എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ് ജനിച്ചത്? ലുംബിനിയിലാണ് ബുദ്ധൻ ജനിച്ചത്. എവിടെയാണ്? ലുംബിനി എവിടെയാ? കപിലവസ്തു. എവിടെയാണ്? കപിലവസ്തുവിലാണ് ജനിച്ചത്. ഫാദർ ആരായിരുന്നു? ഫാദർ ഓഫ് ബുദ്ധൻ എന്ന് പറയുന്നത് ഫാദർ ആരായിരുന്നു? ശുദ്ധോധനയായിരുന്നു ഫാദർ. ഇത്രയാണ് നമുക്ക് അതിനകത്ത് പറയാനായിട്ടുള്ളത്. ഫൗണ്ടേഷൻസ് ഓഫ് ബുദ്ധിസം ആർ ബേസ്ഡ് ഓൺ ഗ്രേറ്റ് ട്രൂത്ത് ആൻഡ് ഓർഗൻസ് ഡാഷ് പാത്ത്. അപ്പം ബുദ്ധിസത്തിന്റെ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ്? 4ഉം 8ഉമാണ്. 4 ട്രൂത്ത് ആണ് കേട്ടോ. 4 ഗ്രേറ്റ്, ഇവിടെ ഒരു ഡാഷ് ഉണ്ട്. 4 ഗ്രേറ്റ് ട്രൂത്തും എന്താണ് 8
പാത്ത് ആണ്. ഓർഗൻസ് 8 പാത്തും ആണ്. Which of the following is not among 4 great good deeds of Lord Buddha? അപ്പൊ എന്താണ് പറയുന്നത്? ഏതാണ് ബുദ്ധന്റെ ഇതിനകത്ത് വരാത്തത്? വേൾഡ് ഓഫ് സോറോസ്, ദ റീസൺ ഫോർ സോറോ ഇസ് ഡിസയർ, അത് ബുദ്ധൻ പറഞ്ഞതാണ്. ലോകം എന്ന് പറയുന്നത് ദുഃഖമാണ്. പിന്നീട് ദിസ് ക്യാൻ ബി ഡൺ ബൈ ഫോളോയിങ് ദ 8 ഫോൾഡ് പാത്ത്. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളെ ഇല്ലാണ്ടാക്കണം. ആഗ്രഹങ്ങളാണ് ദുഃഖങ്ങൾക്ക് കാരണമെന്ന് ബുദ്ധൻ പറഞ്ഞു. ആഗ്രഹങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുന്നത് 8 ഫോൾഡ് പാത്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാം. ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് വരുന്നത്. ബുദ്ധൻ പറയാത്ത ഓപ്ഷൻ സി ആണ്. Which religion is the Tripitaka sacred scripture related to? ഏതാണ്? ബുദ്ധിസം ആണ്. ത്രിപീഠിക ഇപ്പൊ ഈ ഓപ്ഷനിൽ നിന്ന് ഇവിടെ എന്താണ് വരുന്നത്? ബുദ്ധിസം ആണ്. ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറെയാണ് എന്തെന്ന് പറയുന്നത്? ലിറ്ററേച്ചർ വർക്ക് ഓഫ് ബുദ്ധിസം ആണ്. ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ എന്തെന്ന് പറയാം? ത്രിപീഠിക എന്ന് പറയാം. എന്ത് പറയാം? ത്രിപീഠിക എന്ന് പറയാം. പാലി ലാംഗ്വേജിലാണ്. ത്രിപീഠിക ഏത് ലാംഗ്വേജിലാന്ന് വെച്ചാല് പാലി ലാംഗ്വേജിലാണ്. ത്രിപീഠിക ഏത് ലാംഗ്വേജിലാണ്? പാലി ലാംഗ്വേജിലാണ്. അപ്പം ഈ ബുദ്ധന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ടീച്ചിങ്സിനെയൊക്കെ എന്തൊക്കെയായിട്ട് തിരിച്ചെന്നറിയാമോ? വിനായക പീഠിക. അദ്ദേഹത്തിന്റെ ടീച്ചിങ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. വിനായക പീഠക, സൂത്ത പീഠക, പിന്നെ വിനയ പീഠക എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. വിനയപീഠിക, സൂത്തപീഠിക, അഭിധമ്മ പീഠിക. വിനയപീഠിക ആദ്യം പറഞ്ഞായിരുന്നു. അഭിധമ്മ പീഠിക എന്നാണ്. അഭിധമ്മ പീഠക എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. സൂത്തപീഠികയിൽ എന്ന് പറയുന്നത് പ്രീച്ചിങ് റിലീജിയൻ എന്നാണ് അർത്ഥം. ബുദ്ധ സ്റ്റോറികളൊക്കെ ആയിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നത്. വിനയപീഠികയ്ക്കകത്ത് പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടക്ട് റൂൾസിനെ കുറിച്ചിട്ടൊക്കെയാണ്, ഡെയിലി ലൈഫിന്റെ കാര്യങ്ങളൊക്കെയാണ് സൂത്തപീഠികയിൽ പറഞ്ഞിട്ടുള്ളത്. അഭിധമ്മ പീഠിക എന്ന് പറഞ്ഞാല് അഭിധമ്മ പീഠികയിലെ ബുദ്ധിസത്തിന്റെ ഫിലോസഫിക്കൽ പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ടാണ് എന്തെന്ന് പറയുന്നത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ത്രിപീഠിക എന്ന് പറയുന്ന ഇതിനകത്ത് നമുക്ക് പറയാനായിട്ടുള്ളത്, ബുദ്ധിസ്റ്റ് കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ത്രിപീഠിക ഈസ് എ ഏർലിയസ്റ്റ് കളക്ഷൻ ഓഫ് സെർമൺസ്. അതും സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ബുദ്ധിസമാണ് വരുന്നത്. Where did Gautama Buddha give his first sermon? ഗൗതമ ബുദ്ധ എവിടെയാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സെർമൺ നടത്തിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? കുശിനഗർ ആണോ, പാടലിപുത്രയാണോ, സാരാനാഥിലാണോ, വൈശാലിയിലാണോ? എവിടെയാണ് ഇതിന്റെ ആൻസർ വരുന്നത്? ഇവിടെ ഇതിന്റെ ആൻസർ സാരാനാഥ് ആണ് വരുന്നത്. സാരാനാഥിലാണ് ബുദ്ധിസ്റ്റ് മെയിൻ ആയിട്ടുള്ള കുറെ ബുദ്ധിസ്റ്റ് പിൽഗ്രിമേജ് സൈറ്റുകൾ ഉള്ളത്. വാരണാസിക്ക് അടുത്താണ് ഈ സാരാനാഥ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ്. ബുദ്ധന് എവിടെ എൻലൈറ്റ്മെന്റ് കിട്ടിയത് ഇവിടെയാണ്. പിന്നെന്താണ്? ധർമ്മചക്ര പ്രവർത്തനം എന്നാണ് പറഞ്ഞത്. എൻലൈറ്റ്മെന്റിനെ പറയുന്ന വേറൊരു പേരാണ് ധർമ്മചക്ര പരിവർത്തനം എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ സാരാനാഥ് ആണ് സെർമൺ, ഫസ്റ്റ് സെർമൺ സാരാനാഥ്. Where did Gautama Buddha attain enlightenment? അത് ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. ബോധ്ഗയയിലാണ് എൻലൈറ്റ്മെന്റ് കിട്ടിയത്. ബോധ്ഗയയിലാണ്. അദ്ദേഹം ജനിച്ചത് എവിടെയായിരുന്നു? BC 563 ലുംബിനിയില് കപിലവസ്തുവിന് അടുത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഫാദർ ശുദ്ധോധനനാണ്. അമ്മയാണ് ഗൗതമ എന്ന് പറയുന്നത്, മഹാമായ ഗൗതമി എന്ന് പറയുന്നത്. അപ്പൊ അത്രയാണ് ഇതിനകത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ബോധ്ഗയ ലൊക്കേറ്റ്? ബോധ്ഗയ ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ബീഹാറിലാണ് ബോധ്ഗയ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എവിടെയാണ്? ബീഹാറിലാണ് ബോധ്ഗയ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഗൗതമ ബുദ്ധ യൂസ്ഡ് ദ ലാംഗ്വേജ് ഓഫ് ദ കോമൺ പീപ്പിൾ.
ഏത് ലാംഗ്വേജ് ആണ് ഗൗതമ ബുദ്ധ ഉപയോഗിച്ചിരുന്നത്? പാലി ലാംഗ്വേജ് ആണ് ഗൗതമ ബുദ്ധ ഉപയോഗിച്ചിരുന്നത്. ഫസ്റ്റ് തെർമൺസ് ആരാണ്? ഉത്തർപ്രദേശിലാണ്. ധർമ്മചക്ര പരിവർത്തൻ എന്നായിരുന്നു അതിനെ അറിയപ്പെട്ടിരുന്നത് എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. ഗൗതം ബുദ്ധനെ അറിയപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ? ലൈറ്റ് ഓഫ് ഏഷ്യ, ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? ഗൗതമ ബുദ്ധനെയാണ് ഏഷ്യയുടെ പ്രകാശം എന്ന് അറിയപ്പെട്ടിരുന്നത്. വിച്ച് ചൈനീസ് സ്കോളർ ലിവ്ഡ് ഇൻ വിജയവാഡ ടു സ്റ്റഡി ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ്? ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളെ കുറിച്ചും ബുദ്ധിസത്തെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഏത് ചൈനീസ് സ്കോളർ ആണ് വിജയവാഡയിൽ വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ചൈനീസ് സ്കോളർ ആയിരുന്നു? ജുവാൻ സാങ് ആണ്. ജുവാൻ സാങ് ആണ് വന്നിരുന്നത്. ഈ ചൈനീസ് സ്കോളർ ജുവാൻ സാങ് എന്ന് പറയുന്നത് അദ്ദേഹം വിജയവാഡയിൽ വന്നിട്ട് പഠിക്കാൻ വേണ്ടി നിന്നു ബുദ്ധിസത്തെ കുറിച്ച്. ചൈനീസ് ബുദ്ധിസം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നിന്നുള്ള ബുദ്ധിസത്തിന്റെ ബ്രാഞ്ച് ആണ് ചൈനീസ് ബുദ്ധിസം എന്ന് പറയുന്നത്. ദ ഓൾഡസ്റ്റ് ഉപനിഷത്ത്, ഏറ്റവും പഴക്കം ചെന്ന ഉപനിഷത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾഡസ്റ്റ് ഉപനിഷത്ത് ഏതാണ്? ഏറ്റവും പഴക്കം ചെന്ന ഉപനിഷത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഉപനിഷത്തുകളാണ് ഇവിടെ ഉള്ളത്? ഈശാപനിഷത്ത്, മണ്ഡൂക ഉപനിഷത്ത്, കേനോപനിഷത്ത്, ചാന്തോക്യ ഉപനിഷത്ത്. ഏത് ഉപനിഷത്താണ് ഏറ്റവും ഓൾഡസ്റ്റ് ഉപനിഷത്തായിട്ട് വരുന്നത്? ഇതിന്റെ ആൻസർ ചണ്ഡോഗ്യ ഉപനിഷത്താണ്. ചണ്ഡോഗ്യ ഉപനിഷത്താണ് എന്ന് പറയുന്നത് ഏറ്റവും പഴക്കം ചെന്ന ഉപനിഷത്ത് എന്ന് പറയുന്നത് ചണ്ഡോഗ്യ ഉപനിഷത്താണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഭാഗം നമുക്ക് വേറൊരു സെക്ഷനിലൂടെ നോക്കാം. താങ്ക് യു.